മാസത്തിലെ കൊടും ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ പുഴയിൽ നീരാടി മനസ്സും ശരീരവും തണുപ്പിച്ചാണ് അവൾ ആനപ്പന്തിയിലേക്ക് മടങ്ങുന്നത്. 55 വയസ്സുകാരിയാണെങ്കിലും കൊച്ചുകുട്ടിയുടെ അനുസരണയോടെയാണ് സുനിത എന്ന പിടിയാന പാപ്പാന്മാരുടെ നിർദ്ദേശങ്ങൾ കേൾക്കുന്നത്. ശരീരം മുഴുവൻ വെള്ളത്തിൽ മുക്കി തുമ്പിക്കൈ പൊക്കിപ്പിടിച്ചുള്ള കിടപ്പു കണ്ടാലറിയാം ആനയുടെ നീരാട്ടിന്റെ സന്തോഷം. 2 പാപ്പാന്മാർ ആനയുടെ ശരീരത്തിന്റെ ഓരോ ഭാഗവും ബ്രഷ് കൊണ്ട് ഉരച്ചാണ് തേച്ചുകുളി നടത്തുന്നത്. പാപ്പാന്റെ നിർദ്ദേശങ്ങളൊക്കെയും അക്ഷരം പ്രതി അനുസരിക്കും സുനിത. സുനിതയുടെ കാൽപാദവും നഖവുമെല്ലാം പാപ്പാന്മാർ ചേർന്ന് തേച്ചു കഴുകുന്നത് കണ്ടാൽ ഒരമ്മ കൊച്ചു കുഞ്ഞിനെ കുളിപ്പിക്കുന്നതാണ് ഓർമ്മ വരിക. കരിങ്കൽ ശില്പം പോലെ ദീർഘനേരം പുഴയുടെ തണുപ്പിൽ കാലുറപ്പിച്ച് ആനകൾ നിൽക്കുന്നത് കാണാൻ പ്രത്യേക ചന്തമാണ്. ചെറിയ കുറുമ്പുകൾ കാട്ടുന്നതിന് ഇടയ്ക്കിടയ്ക്ക് പാപ്പാന്മാരുടെ ശകാരവും കിട്ടുന്നുണ്ട്. തേച്ചുകുളി കഴിഞ്ഞാൽ തുമ്പിക്കൈയിൽ വെള്ളം നിറച്ച് ശരീരം മുഴുവൻ ഒഴിക്കുന്നതോടെ കുളി പൂർത്തിയാകും. 2 മണിക്കൂറിലേറെ നീളുന്ന ആനക്കുളി സഞ്ചാരികൾക്ക് മതിവരാത്ത കാഴ്ചാനുഭവമാണ് സമ്മാനിക്കുന്നത്. അഭയാരണ്യത്തിലെത്തുന്ന ഏത് സന്ദർശകനും ആനന്ദം നൽകുന്ന കാഴ്ചയാണിത്. പെരിയാറിന്റെ തീരത്ത് ഈ ഒരു കോടനാട് ഇത്രയും ആനകളെ ഒന്നിച്ച് കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതുങ്ങളുടെ സ്വന്തമായിട്ട് തീറ്റയും എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും. കുളി എല്ലാം മുറക്ക് നടക്കും. പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും അതിന് കറക്റ്റായിട്ടുള്ള പരിപാലനം നടക്കാത്തത് കൊണ്ടും പിന്നെ ചൂടും എല്ലാം കൊണ്ടുമാണ് ബുദ്ധിമുട്ട്. പിന്നെ പാപ്പാന്മാരുടെയൊക്കെ ആണെന്നാണെങ്കിലും തല്ലൽ അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് സഹിക്കണില്ലല്ലോ. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടിൽ നിന്നൊന്നുമില്ലാതെ നല്ലൊരു അന്തരീക്ഷത്തിൽ കാണാനായിട്ട് സാധിച്ചു. ആനകളോട് ഈ പാപ്പാന്മാർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ മുതലാളിമാർ ചെയ്യുന്ന ഒരു ക്രൂരതയെന്നാണ് നമുക്ക് തോന്നണേ. എന്താണെന്ന് വെച്ചാൽ അവരെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അത് അങ്ങനെ വരുന്നതെന്ന് തോന്നണേ. എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ചൂട്. ഇപ്പം മനുഷ്യന് പോലും നമുക്ക് പല രീതിയിൽ കുട ചൂടി നിൽക്കാനും അകത്ത് കയറി നിൽക്കാനും AC ഇടാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നമുക്കൊക്കെ ജീവിക്കാൻ ഇവിടെ വലിയ ബുദ്ധിമുട്ട് ഈ ചൂടിൽ. അപ്പോൾ ഈ ആനകളെ നമ്മൾ ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് ഈ ചൂടൊന്നും കണക്ക് കൂട്ടാതെ അവർക്ക് ആവശ്യത്തിന് വെള്ളവും കുളിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാതെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കൂച്ചി കെട്ടിയിട്ട് വേണ്ട ഭക്ഷണങ്ങളും കൊടുക്കാത്തത് കൊണ്ടാണ് ആ രീതിയിൽ ഇപ്പം അക്രമം ശക്തമാകുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ശരിക്കും അങ്ങനെ ഞങ്ങൾക്ക് തോന്നുന്നത്. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് താലൂക്കിൽ പ്രകൃതി രമണീയമായ കപ്രിക്കാട് ഗ്രാമത്തിൽ പെരിയാറിന്റെ തീരത്താണ് 143 ഹെക്ടർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന മൃഗപരിപാലന കേന്ദ്രമായ അഭയാരണ്യം പ്രവർത്തിക്കുന്നത്. നിലവിൽ 7 ആനകളെയാണ് ഇവിടെ പരിപാലിക്കുന്നത്. മുൻപ് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ കാട്ടാന പരിശീലന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു കോടനാട് ആന പരിശീലന കേന്ദ്രം. കാട്ടാനകളെ പിടികൂടുന്നതിന് നിരോധനം നിലവിൽ വന്നതോടെ ഈ ആന പരിശീലന കേന്ദ്രം പരിക്കേറ്റ ആനക്കുട്ടികളുടെ പുനരധിവാസ കേന്ദ്രമായും വനം വകുപ്പിന്റെ ആനകളുടെ പരിശീലന കേന്ദ്രമായും പ്രവർത്തിക്കുകയാണ്. I'm so happy to see the elephants here. They're very beautiful and the energy here is very, very good. Make me feel so good inside. First time? Yeah, first time here. In Kerala? Yeah, first time Kerala. Yeah. You see the elephant bath? Not yet, but I will go and see them both. Yes. പെരുമ്പാവൂർ KSRTC സ്റ്റാൻഡിൽ നിന്നും ബസ് മാർഗം ഇവിടെ എത്തിച്ചേരാം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് 20 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 26 കിലോമീറ്ററുമാണ് ഇവിടെ നിന്നുള്ള ദൂരം. ETV ഭാരത്, എറണാകുളം.